ബുർജ് ഖലീഫയൊക്കെ നിൽക്കുന്ന ഡൗൺ ടൗണിൽ താമസിക്കുന്നത് എങ്ങനെ മലയാളി കുടുംബങ്ങൾ എന്ന് ഇപ്പൊ ചോദിക്കുന്നത് പോലെ എല്ലാ കാലത്തും ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബർദുബായിയുടെ ഹൃദയഭാഗമായ അൽ ഖലീസ് സെന്ററിൽ എങ്ങനെ താമസിക്കാം. അതിന്റെ മറുപടിയും പരിഹാരവും ഈ വീഡിയോ നമ്മൾ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഈ അവസരം അൽ ഖലീസ് സെന്ററിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഒരവസരം വേറെ വന്നിട്ടില്ല, ഇനിയിപ്പോഴൊന്നും വരികയുമില്ല. ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് മാത്രമായി ചില ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഡീറ്റെയിൽസ് പറയുകയാണ് ഇവിടെ. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ദുബായിലേക്ക് വരുന്ന 10-25 വർഷം മുമ്പ് അന്നത്തെ ദുബായിലെ ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ഷോപ്പിംഗ് മാൾ ഏതെന്ന് ചോദിച്ചാൽ, ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള ബിൽഡിംഗ് ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന അടയാളമാണ് അൽ ഖലീസ് സെന്റർ, ബർദുബായിലേത്. നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഏറ്റവും നന്നായി താമസിക്കുന്ന, എല്ലാ കാര്യത്തിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അൽ ഖലീസ് സെന്റർ. ഇന്നിപ്പോ മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല ബസ്സിൽ വന്നിറങ്ങുന്ന കാര്യമാണെങ്കിലും നമുക്ക് എപ്പോഴും വന്നു ചേരാൻ പറ്റിയ സ്ഥലം. ഇവിടെ അൽ ഖലീസ് സെന്ററിന്റെ പ്രത്യേകത, അന്നൊക്കെ അൽ ഖലീസ് സെന്ററിൽ താമസിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ നമ്മൾ വലിയ രൂപത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്, ആ കുടുംബത്തെ കാണുന്നത്. ഇന്നിപ്പോ വീണ്ടും വർഷങ്ങൾക്കിപ്പുറം വലിയൊരു അവസരം വരികയാണ്. ഏറ്റവും ആദായകരമായി ദുബായിലെ ആ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള പ്രീമിയം ലിവിംഗ് സ്റ്റൈലിലായിട്ടുള്ള ആ ഒരു താമസത്തിന് വാടകയ്ക്ക് കിട്ടുകയാണ്. നമ്മൾ മലയാളികൾക്കും വന്ന് താമസിക്കാൻ പറ്റിയ അന്തരീക്ഷം വിശാലമായിട്ടുള്ള ഈ സാഹചര്യം ഉണ്ടാവുകയാണ് അൽ ഖലീസ് സെന്റർ. അപ്പോൾ അൽ ഖലീസ് സെന്ററിൽ 2 ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂം ഉണ്ട്, ഡ്യൂപ്ലെക്സ് ഉണ്ട്. ഇവിടെ താമസിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇമേജിൽ നിൽക്കുന്നവരാണ്. പെട്ടെന്ന് എല്ലാവരും ആലോചിക്കും, ഓക്കെ, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ കോൺസുലേറ്റ് സർവീസ് ഇവിടെ ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, എല്ലാ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ധാരാളം ഷോപ്പുകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ബാങ്ക് ഉണ്ട്, മണി എക്സ്ചേഞ്ച് ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പറയും വലിയ വാടകയാവുമല്ലോ, നമുക്ക് സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാൻ പറ്റുമോ, മലയാളി കുടുംബത്തിന്? പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 80,000 ദിർഹം മുതൽ ഇവിടെ താമസിക്കാൻ പറ്റും. അതിൽ തന്നെ ഇവിടെ താമസിക്കുന്നവർക്ക് AC ചില്ലർ ഫ്രീ ആണ്, വാട്ടർ ഫ്രീ ആണ്, ഇഷ്ടംപോലെ ഉപയോഗിക്കാം. അപ്പൊ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാശ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇത് നമ്മളിപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാ. നമുക്ക് എല്ലാവർക്കും വയറൊക്കെ കുറയണം, ശരീരമൊക്കെ ഒതുങ്ങണം, ഹെൽത്തിയായി ജീവിക്കണം. അതിനുവേണ്ടി ജിമ്മിന്റെ സൗകര്യം ഫ്രീ ആണ് ഇവിടെ. ഒന്നിനും പുറത്തു പോകേണ്ടതില്ല. ഇനി സ്വിമ്മിംഗ് പൂൾ അതിവിശാലമായിട്ട് നമുക്ക് സാധാരണ കുടുംബങ്ങൾക്കൊക്കെ ആസ്വദിച്ച് സ്വിം ചെയ്യാൻ പറ്റിയ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന് പറയുക സിംപ്ലെക്സും ഡ്യൂപ്ലെക്സും എന്നാണ്. സാധാരണ സിംപ്ലെക്സ് ബെഡ്റൂം ഹാൾ അപ്പാർട്ട്മെന്റ്, അതുപോലെ ഡ്യൂപ്ലെക്സ് 2 നിലയായിട്ടുള്ളതാണ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ. ഇനി ഇപ്പോ ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ട്, ഇതൊരു 3 ബെഡ്റൂം ഡ്യൂപ്ലെക്സ് ആണ്. എന്നുവെച്ചാൽ മുകളിൽ വന്ന് കയറുമ്പോഴത്തേക്കും വിശാലമായിട്ടുള്ള ഒരു സ്വീകരണ മുറി എന്ന് നമുക്ക് പറയാം. അത് പൊതുവെ ഹിന്ദിക്കാരൊക്കെ പറയുക, അറബികളും പറയുക സലൂൺ എന്നാണ്. സലൂൺ ഏരിയ എന്ന് പറയും. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ബാത്റൂമും ഉണ്ട്. താഴേക്ക് ഇറങ്ങിപ്പോയാൽ 3 ബെഡ്റൂം നമ്മുടെ അടുത്ത് പറയും. പക്ഷെ ബെഡ്റൂമും കൂടെ ചേർത്താൽ യഥാർത്ഥത്തിൽ 4 ബെഡ്റൂം ഉണ്ട്, 3 ബാത്റൂമും ഉണ്ട്, അറ്റാച്ച്ഡും അല്ലാത്തതുമായ സംവിധാനമുണ്ട്. പിന്നെ വർക്കിംഗ് ഏരിയ വേറെയുണ്ട്. കിച്ചൺ മുകളിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. കിച്ചണിൽ നിന്ന് നോക്കിയാൽ കുട്ടികളുടെ പ്ലേ ഏരിയ കാണാം, ഇതൊക്കെ ഫ്രീ ആണ്. സ്വിമ്മിംഗ് പൂൾ കാണാം, പിന്നെ സോനയും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ജിമ്മ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക, എല്ലാ സൗകര്യങ്ങളും ഒരിടത്ത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഇതെല്ലാം റിസർച്ച് നടത്തിയിട്ട് അൽ ഖലീസ് സെന്റർ ഇന്നിപ്പോ ഒരു ലോക പാർപ്പിട മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഈ ദുബായിൽ ഇപ്പോഴും ഏറ്റവും വലിയ അടയാളമായിട്ട് നിൽക്കുന്നത്. 25 വർഷത്തിന് ഇപ്പുറവും ആളുകളുടെ പ്രൈം ചോയ്സ് എന്ന രൂപത്തിൽ നിൽക്കണമെങ്കിൽ അതിന് പ്രത്യേകത വേണമല്ലോ. ഏതായാലും ഞങ്ങളൊക്കെ വന്ന് ചോദിച്ചു, ഇനി ഇത് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിന് കമ്മീഷൻ കൊടുക്കണോ? പറഞ്ഞല്ലോ 80,000 മുതൽ, പിന്നെ 3 ബെഡ്റൂമിന്റെ ഡ്യൂപ്ലെക്സ് ഒക്കെ ആണെങ്കിൽ 100,000 മുതൽ ഒക്കെയാണ് വാടക. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു. ഒന്ന്, കമ്മീഷനേ വേണ്ട. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ 13 മാസം നമുക്ക് തരും, 1 മാസം എക്സ്ട്രാ. ഇവിടുത്തെ പോളിസിയാണ്, നമ്മളാരും കരഞ്ഞു പറഞ്ഞ് വാങ്ങുന്നതൊന്നുമല്ല.
അത്രയും സജീവമായിട്ട് ആളുകളുടെ ഇവിടെ താമസിക്കുന്നവരുടെയൊക്കെ കാര്യം നോക്കി അറിയാം. വർഷങ്ങളായി താമസിക്കുന്നവർ, അല്ലാതെ പെട്ടെന്ന് ഒന്നോ രണ്ടോ വർഷം താമസിച്ചിട്ട് പോകുന്നതല്ല. നമുക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ലൊരു മേൽവിലാസമുള്ളിടത്ത് താമസിക്കണമെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ പ്രീമിയം ലക്ഷറി സൗകര്യവുമായിട്ട് താമസിക്കണമെങ്കിൽ, അതേസമയം എല്ലാ കാര്യങ്ങൾക്കും പുറത്ത് വാഹനമെടുത്ത് പോകണ്ട എന്ന് വരികിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച സ്ഥലമെന്ന് ദുബായിലെ അൽ ഖലീജ് സെന്റർ ആണെന്ന് ഞാൻ പറയാതെ തന്നെ ഈ ദുബായ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അവിടെയാണ് താമസ സൗകര്യം. അപ്പോൾ പാർക്കിങ്ങിനൊക്കെ തിരക്കുള്ള സ്ഥലമല്ലേ? പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ. എല്ലാ താമസക്കാർക്കും പാർക്കിംഗ് ഉണ്ട്. ഇവിടുത്തെ ടെനന്റായി മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ. ഇനി നമ്മുടെ പ്രേക്ഷകരോട് എപ്പോഴും നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്നും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാനുണ്ട്. ഇതിന്റെ ജനറൽ മാനേജർ ഇവിടെയുണ്ട്. ഞങ്ങളൊരു വരം ചോദിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വമുള്ള ഇതിന്റെ ലീസിംഗ് മാനേജർ ഹനാൻ കമാൽ മാഡം ഇവിടെ ഉണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. മിസ്സസ് ഹനാന് ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ആകാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ അൽ ഖലീജ് സെന്ററിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ലീസിംഗ് മാനേജർ മിസ്സസ് ഹനാൻ കമാൽ. ഹനാൻ മാഡം നമുക്കൊരു നിർണായകമായ ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ചെക്ക് കൊടുക്കുന്നത് സാധാരണ എല്ലായിടത്തും 3 മാസം അല്ലെങ്കിൽ 3 ചെക്ക് 4 ചെക്കാണല്ലോ. മാം, വെൽക്കം ടു ദുബായ് വാർത്ത. Thank you very much. You are welcome to Al Khalid Center. Your premises, your facilities, all the amenities, fantastic. Thank you. Appreciate it. Okay, we people, especially Malayalis, love to stay here. They are welcome anytime. As your tenants, okay? You have shopping mall, you have everything here. Yes. Only one thing we want to know, our listeners, our viewers. We discussed about the rent, 80,000, 100,000, simplex, duplex, 2 bedroom, 3 bedroom, 3.5 bedroom. And 4 bedroom. Yeah, 4 bedroom. Everything is here. Yes. So, the rental payment checks. In the new situation, we feel little more comfortable situation. How many checks we have to pay? How many checks we have to give? In the normal time, we are giving like 3 to 4 checks. How many checks you want? This is the question I was expecting. If I say, dear viewers, ദുബായ് വാർത്ത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാസത്തിൽ ഒരു ചെക്ക് എന്ന രൂപത്തിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദാറ്റ് മീൻസ് 12 ചെക്ക്. 12 checks possible? For your Our audience viewers, our viewers. and your viewers? Yeah, Dubai yes. Warta. If yes. they say Dubai 12 Warta. checks. Possible, 1 year right? contract and possible of 12 checks. Okay, very good. You're welcome. First of all, we thank you because this is a great address for us. Al Khalid. It's our pleasure to have you also with us. Okay, and 13 months, right? 13 months for the first year. But check is for 12 months. 12 months checks and the yearly contract. Okay. And 13 months will be the contract for the first year only. Okay. So first year 13 മാസം നമുക്ക് കിട്ടും. 12 ചെക്ക് വെച്ചിട്ട് മാസം ഇപ്പോൾ 5,000 6,000 7,000 എത്രയാണെന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്യുന്ന റേറ്റ് അനുസരിച്ചിട്ട് ചെക്ക് കൊടുത്താൽ മതി. Then any commission amount? No commission, direct from the landlord. It's a perfect building in maintenance and you will enjoy with your kids the swimming pool, the gym and the new play area, which one you will show them later on. And parking also no extra fee? No extra fee. There is a one parking for each apartment. Okay. There is, of course, you know the shopping center, you have the food court, you have Okay. the hypermarket, Oshi hypermarket, one of the 36,000 square feet in the mall ground floor. Easy to have everything that you wish for. Yeah. Actually, the kind of people like me who came to Dubai before 2000, it's a dream point actually that time onwards to live, to visit in Al Khalid Center. Now it is, I think, very much practical for our people to come. Definitely. It's the heart of Dubai. Correct. And Bar Dubai, Al Khalid Center is one of the landmark since so many years. And you have many access to school, banks, right. supermarket, clinics, hospitals, metro station. You know, before it was Al Fahedi, now it's Sharaf Deji, and it's exactly where you can walk 5 minutes to your house. Yeah, a very peaceful island in the middle of a crowded city, right? No doubt. Even you have peaceful in your own home. Correct.
We wish you all the best. Thank And you very thank you for much. your offer for our viewers. Thank you for having me here and have you here also as a very famous channel. Thank you very much. Thank you so much. My pleasure. That is ഹനാൻ മാം. ഹനാൻ മാം നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 12 ചെക്ക് കൊടുക്കുക 13 മാസത്തേക്ക് വേണ്ടി. ഇവിടെ ഇപ്പോൾ 2 ബെഡ്റൂം, 3 ബെഡ്റൂം, 4 ബെഡ്റൂം, 5 ബെഡ്റൂമും ഉണ്ട് ഇവിടെ. ഈ ഇത്രയും ലക്ഷറി പ്രവേശത്തിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന വാടകയ്ക്ക് വ്യവസ്ഥകളും ലളിതമായിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോളൂ. വേണ്ടപ്പെട്ട നമ്മുടെ പരിചയ വലയത്തിൽ ഇവിടെ താമസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും, ഒരു കുടുംബമെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താമസിച്ചോട്ടെ. 05893999018 058 93 99 018 അതിലേക്ക് വിളിച്ചാൽ എപ്പോഴും അത് അറ്റൻഡ് ചെയ്യാൻ. ഈ വാട്സപ്പ് നമ്പർ അയച്ചാലും മതി, അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും.